ഉള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് താൽക്കാലിക ആനുകൂല്യങ്ങളിൽ മറഞ്ഞു പോകണ്ട. ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അല്ലാഹുവിനെ മറക്കണ്ട. നിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന അധികാരിയായ അല്ലാഹു തആല നിന്നെ പിടിക്കുമല്ലോ. നീ വിചാരിക്കുന്നുണ്ടോ നീ നിസ്കരിക്കാതെ നടന്നാൽ നിന്നെ അല്ലാഹു വെറുതെ വിടുമെന്ന്? നീ വിചാരിക്കുന്നുണ്ടോ നീ അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിക്കാതെ നടന്നാൽ നിനക്ക് വെറുതെ രക്ഷപ്പെടാമെന്ന്? നീ വിചാരിക്കുന്നുണ്ടോ കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ച് മത്തടിച്ച് ചീട്ട് കളിച്ച് ചൂട് കളിച്ച് നമ്മാടിത്തം നടത്തിയിട്ട് ജീവിച്ചാൽ നിനക്ക് ഇവിടെ സുഖസുരഭിലമായ നാടകളെ ക്രമീകരിക്കാമെന്ന് ഞാൻ പോകുന്നത്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അറിയുമോ സഹോദരാ, അല്ലാഹുവിന്റെ മഹത്തരമായ സൂക്തത്തിന്റെ വിശാലമായ അർത്ഥസാഗരങ്ങളെ ആവഹിക്കുവാനുള്ള പവറുള്ള സൂക്തമാണ് അല്ലദീ ഖലഖൽ മൗത, അവൻ മരണത്തെ പടച്ചു, വൽ ഹയാത, അവൻ ജീവിതത്തെ പടച്ചു. എന്തിനാണ് ഈ മരണത്തെയും ജീവിതത്തെയും ജീവനെയും മരണത്തെയും അല്ല പടച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ എന്ന് കണ്ടെത്താനാണ്. ഈ 2 സെന്റിമീറ്റർ ഉള്ള ജീവിതം, തുടക്കമുള്ള ജീവിതം, ഒരൊടുക്കമുള്ള ജീവിതം, അഥവാ എവിടെയോ തുടങ്ങിയ ജീവിതം എവിടെയോ അവസാനിക്കുന്ന ജീവിതം. നമ്മളിൽ ഓരോരുത്തരും ഇന്നലകളുടെ ഏതോ ഒരു കലണ്ടറില് ഏതോ ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ജനിച്ചവരാണ്. ഇനി വരുന്ന ഏതോ ഒരു കലണ്ടറില് ഏതോ ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ആ ജനന മരണങ്ങളുടെ തീയതികൾക്കിടയിലേക്ക് നിന്നെ ഇടുക്കിയതാരാണ്? ആ റിജിഡ് ഏരിയയിൽ നിന്നെ കൊണ്ടുവന്നതാരാണ്? അല്ലദീ ഖലഖൽ മൗത്ത്, അല്ലാഹുവാണ് മരണത്തിന്റെ ഉടമസ്ഥൻ, അല്ലാഹുവാണ് ജീവിതത്തിന്റെ ഉടമസ്ഥൻ. എന്തിനാണ് മരണമെന്ന് പറഞ്ഞാൽ, എന്തിനാണ് അല്ലാഹു തആല ആദ്യം മരണത്തെ പറയുന്നത്? കാരണം മരണം വലിയ യാഥാർത്ഥ്യമാണ്. നിന്നെ അത് ഓർമ്മപ്പെടുത്താനാണ്. വജാഅത് സക്റത്തുൽ മൗതി ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അനിഷേധ്യമായ യാഥാർത്ഥ്യമാവുന്ന മരണം നിന്നിലേക്ക് ആസന്നമായി. നീ അതിനെ പരിഗണിക്കാതെ നിഷേധിച്ചു നടന്നവനായിരുന്നു. ആ മരണം അനിഷേധ്യമാണെന്ന് അറിയിക്കാനാണ് ആദ്യം മരണം പറഞ്ഞത്. ഇമാം റാസി തങ്ങളാ വിശദീകരണം പറഞ്ഞു. അല്ല, നീ ആദ്യം മരിച്ചവനായിരുന്നു. അഥവാ നിന്റെ മാതാപിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് നീ അവിടുന്ന് സന്നിവേശിക്കപ്പെടുമ്പോൾ അതിൽ ആത്മാവുണ്ടായിരുന്നില്ല. ആത്മാവില്ലാത്ത പുംബീജമാണ് മാതാവിന്റെ അണ്ടത്തോട് ലയിച്ചു ചേർന്ന് സിക്താണ്ഡമായി മാറിയത്. ആ സമയത്ത് അതിന് ജീവനില്ല. രക്താണ്ഡമായി, പിന്നെ സിക്താണ്ഡമായി. പിന്നെ അവിടുന്ന് 4-ാം മാസമാകുമ്പോഴാണ് നിന്റെ ഉള്ളിലേക്ക് ഡ്രൈവർ വരുന്നു. അതുവരെ വാഹനമേ ഉള്ളൂ, ഡ്രൈവറില്ല. അതുകൊണ്ട് ഗർഭിണിയായ പെണ്ണിന്റെ പള്ളയിൽ 4 മാസം വരെ ചലനമില്ല. അട്ട പോലെ ഒട്ടിക്കിടക്കുന്നൊരു സിക്താണ്ഡമല്ലാതെ ആടുപോലെ ഓടാൻ പറ്റുന്നൊരു ജീവനുള്ളതായി മാറിയിട്ടില്ല.
കാരണം അതിന്റെ ഉള്ളിലേക്ക് ആത്മാവ് വന്നിട്ടില്ല, റൂഹ് വന്നിട്ടില്ല. 4-ാമത്തെ മാസമാണ് റൂഹിന്റെ അധിപനായ അല്ലാഹ് അതിന്റെ ഉള്ളിലേക്ക് റൂഹിനെ നിക്ഷേപിച്ചത്. അതുവരെ നീ ജീവനില്ലാത്ത ആത്മാവില്ലാത്ത രക്തപിണ്ഡമായിരുന്നു. ആ രക്തപിണ്ഡത്തെ സിക്താണ്ഡമാക്കിയതാരാണ് അറിയുമോ സഹോദരാ? നിന്റെ ജീവിതത്തിന്റെ ക്രമം അറിയുമോ? അരമനയുടെ മണവറയുടെ അകത്തളത്തിൽ നിന്ന്, ഭർത്താവിന്റെ മുതുകിൽ നിന്ന് ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട പൊൻബീജം അതിന്റെ ഉള്ളിൽ കിടന്ന പെൺബീജവുമായി സന്ധിച്ചുകൊണ്ട് ഒരു സിക്താണ്ഡമായി പള്ളയിൽ കിടക്കുമ്പോ അത് വലുതായി 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 മാസചക്രങ്ങളും മാസക്രമങ്ങളും കഴിയുമ്പോ 4-ാമത്തെ മാസം അതിന്റെ ഉള്ളിലേക്ക് ഡ്രൈവർ വരുന്നു. ആ ഡ്രൈവർക്കാണ് ആത്മാവെന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേൺ സയൻസിനോട് ചോദിക്കുക, ആത്മാവിനെ കുറിച്ച് ഒരു ആദ്യാക്ഷരം പറയാൻ കഴിയുമോ? സയൻസിന് കഴിയില്ല. യസ്അലൂനക അനിർ റൂഹ്, നബിയെ റൂഹിനെ കുറിച്ച് അവര് വന്ന് ചോദിക്കും. തങ്ങളോട് അവര് വന്ന് ചോദിക്കും, റൂഹ് എവിടെയാണ്, റൂഹ് എന്താണ്? റൂഹിനെ കുറിച്ച് അവര് ചോദിക്കും. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി എന്താണ്? അവരവിടുന്ന് ഹിലാലിനെ കുറിച്ച് ചോദിക്കും, അഥവാ അവിടുന്ന് അമ്പിളിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ തങ്ങൾ എന്താ പറയണം? ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്ക് മാസക്രമം അറിയാൻ അല്ലാഹ് നിശ്ചയിച്ച വ്യവസ്ഥിതിയാണ്, ദിവസങ്ങൾ അറിയാൻ അല്ലാഹ് വെച്ചിട്ടുള്ള വ്യവസ്ഥിതിയാണ് എന്ന് പറയണം നബിയേ. യസ്അലൂനക അനിൽ മഹീദ്, അവിടുന്ന് നബിയെ ആർത്തവകാരിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ തങ്ങൾ പറയേണ്ട മറുപടി, അവളോട് അടുക്കാൻ പാടില്ല, അഥവാ ആർത്തവകാരിയുമായി ലൈംഗിക സംസർഗം പാടില്ല, പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കിയതാണ്. അങ്ങനെ ചോദിച്ചതിന് മുഴുവനും വ്യക്തമായ മറുപടി പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുമെന്ന് പറയുന്ന നബിയെ, യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ച് വന്ന് ചോദിക്കുമ്പോ തങ്ങൾ പറയേണ്ട മറുപടി, ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ, ആത്മാവ് അല്ലാഹുവിന്റെ പരമാധികാരത്തിലാണ്. ടെലസ്കോപ്പിന് വഴങ്ങില്ല, ടെലസ്കോപ്പിന് ഒതുങ്ങില്ല, മൈക്രോസ്കോപ്പിൽ കാണില്ല. അങ്ങനെയുള്ളതാണ് ആത്മാവെന്ന് പറയണേ നബിയേ. ഈ ആത്മാവിനെ അറിയാത്ത ബോഡിയെയാണ് ഗൈനക്കോളജിസ്റ്റ് കാണുന്നത്. ഗൈനക്കോളജിസ്റ്റിന് അറിയുമോ ഇതിന്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന്? അറിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഒരുമ്മ ഗർഭം ധരിച്ചു, പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് പറയുന്നു, പ്രസവത്തിന്റെ സമയം അടുത്തു, ഇനി 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിസേറിയൻ നടത്താം. കാരണം എന്താണ്? ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലുള്ള ഉപകരണങ്ങളിൽ അവിടുന്ന് മനുഷ്യന്റെ മാംസപിണ്ഡത്തെ അതിനറിയാൻ പറ്റൂ, അതിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയില്ല. മനുഷ്യനാകുന്ന വാഹനത്തെ അറിയൂ, അതിന്റെ ഉള്ളിലുള്ള ഡ്രൈവറാകുന്ന ആത്മാവിനെ അറിയില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടുന്ന് ഗർഭത്തിന്റെ സമയത്ത് ഒരു പെണ്ണ് ഗർഭം പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിക്കാൻ വൈകിയാൽ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിൽ 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ അവിടുന്ന് ഗർഭാശയം തുറക്കുക, കുഞ്ഞിനെ എടുക്കുക. രണ്ടാമത്തതോ സാധാരണ പ്രസവിക്കുന്ന സ്ഥലത്തുകൂടി ഒരു ഉപകരണം ഗർഭാശയത്തിലേക്ക് കടത്തുക, എന്നിട്ട് കുഞ്ഞിന്റെ തലയിൽ ചവണയിട്ട് പിടിക്കുക,
പുറത്തേക്ക് വലിക്കുക. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ബോഡിക്ക് തകരാറാണ്. ഒന്ന് മാതാവിന്റെ ബോഡിക്ക് തകരാറാണ്. അവിടുന്ന് അല്ലാഹു തആല പ്രകൃതിപരമായി പ്രസവിക്കാൻ ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്. ആരും പറയാതെ കാറ്റടിച്ചു കൊടുക്കാതെയാണ് ബലൂൺ വീർക്കും പോലെ ഉമ്മാന്റെ ഗർഭാശയം വികസിച്ചത്. അവിടുന്ന് ഏതെങ്കിലും ഒരു സൈക്കിളിന്റെ പമ്പ് വെച്ച് അടിച്ചു കൊടുത്തിട്ടല്ല. അത് ക്രമേണ റഹിം അള്ളാഹുവിന്റെ കാരുണ്യമെന്ന ധാതുവിൽ നിന്നാണ് ഉമ്മാന്റെ ഗർഭാശയം എന്ന റഹിം എന്ന പദം വന്നത്. അതുകൊണ്ട് കാരുണ്യമുള്ളവൻ അവിടുന്ന് കാരുണ്യത്തോടെ പെരുമാറുമ്പോൾ ഈ രക്തപിണ്ഡം മാംസപിണ്ഡമാകുമ്പോഴും അതവിടുന്ന് സിക്താണ്ഡമാകുമ്പോഴും അതിന് കയ്യും കാലും വരുമ്പോഴും അതിന് എല്ലുകൾ വരുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള ഗർഭാശയം ഇങ്ങനെ ക്രമേണയായി വികസിച്ചു കൊടുത്തത് കാറ്റടിച്ചു കൊടുത്തിട്ടല്ല. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ പള്ളയൊന്ന് കീറിയിട്ട് കൊച്ചിനെ പുറത്തെടുത്താൽ ഉമ്മാക്കത് ഫിസിക്കലി തകരാറാണ്. ഇന്ന് പ്രസവവേദന അനുഭവിക്കാൻ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്ത പെമ്പിള്ളേര് ഒന്ന് സിസേറിയനായിരുന്നെങ്കിൽ ഒന്ന് തീരുമാനിക്കും. അതിന് രണ്ട് കാരണമുണ്ട്. സിസേറിയനാണെങ്കിൽ പിന്നെ 2 or 3 പ്രസവിച്ചാ മതി, പിന്നെയോ പ്രസവവേദന അറിയണ്ട. 2 കാരണത്താൽ ചെറുപ്പക്കാരികൾ അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ബോഡിക്ക് തകരാറാണ്. ഞാൻ അതിലേക്ക് ഗഹനമായി പോകുന്നില്ല. പിന്നീടുള്ള മാർഗം എന്താണ്? കുഞ്ഞിന്റെ തലയിലേക്ക് ഒരു കൊടിലിട്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളരെ ഇളം വെയിനുകൾക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പ്രസവിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിലെ എടപ്പാളിന് സമീപമുള്ള ഒരു ഗൈനക്കോളജി വിഭാഗമുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ പ്രസവിപ്പിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് കംപ്ലൈന്റ് ഉണ്ട്. ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് കംപ്ലൈന്റ് ആണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രസവത്തിന്റെ സമയത്ത്, കാരണം ഗൈനക്കോളജിസ്റ്റിന് ഈ കുഞ്ഞിന്റെ ബോഡിയെ കുറിച്ച് മാത്രമേ അറിയാവൂ. അതിന്റെ ഉള്ളിൽ ഒരു ഡ്രൈവറുണ്ട്. ഉദാഹരണം, ഇവിടെ ഒരു NP വാഹനം ഇവിടെ ക്രോസായി കിടക്കുന്നു. അത് ഓടിക്കാൻ അറിയുന്ന ആരുമില്ല. 2 മാർഗങ്ങളെ ഉള്ളൂ. 5-6 മല്ലന്മാര് വന്നൊന്ന് ഉന്തിത്തള്ളി അങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു ക്രെയിൻ വിളിച്ച് വലിച്ചു മാറ്റുക. ഈ 2 മാർഗങ്ങളേ ഉള്ളൂ. അതേ സമയത്ത് അതിലേക്കൊരു ഡ്രൈവർ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറ്റി ഒന്ന് ഓടിക്കാൻ തുടങ്ങിയാലോ സുഖമായി വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിടാൻ പറ്റും. ഇതുപോലെയാണ് ഉമ്മാന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഉള്ളിലുള്ള ആത്മാവാകുന്ന ഡ്രൈവറെ ഒന്ന് വിളിച്ചാൽ വണ്ടി അങ്ങ് തിരിച്ചിടും. കാരണം എന്താ? പ്രസവത്തിന് ബുദ്ധിമുട്ട് വരുന്നത് തല കീഴായി കിടക്കുന്നതിന് പകരം തല മേലായി കിടക്കലാണ്. അല്ലെങ്കിൽ ഉമ്മാമാരുടെ പള്ളയുടെ ചില ഘടനയാണ്. അല്ലെങ്കിൽ പ്രസവ വേദനയുടെ സമയത്ത് പ്രസവിക്കേണ്ട തലത്തിന് വികാസം ലഭിക്കാതിരിക്കലാണ്. പല കാരണങ്ങളുണ്ട്. അനലൈസ് ചെയ്യേണ്ട വേദിയല്ല ഇത്. എന്നാലും ശരി, അവിടുന്ന് അതിന്റെ ഉള്ളിലുള്ള ഡ്രൈവറോടൊന്ന് പറയുക, ഹലോ മിസ്റ്റർ ഡ്രൈവർ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വണ്ടി എത്രയും പെട്ടെന്ന് പുറത്ത് പാർക്ക് ചെയ്യണം. ആ ഡ്രൈവർ ആരാണ്? കുഞ്ഞിന്റെ ഉള്ളിലുള്ള ആത്മാവാണ്. ആ ആത്മാവിന്റെ ഭാഷ ഏതാണ്? ശരീരത്തിന്റെ ഭാഷയല്ല. ഗൈനക്കോളജിസ്റ്റിനറിയില്ല. കാരണം ആത്മാവിനെ കുറിച്ച് MBBS-നോ DGO-ക്കോ പഠിക്കാനില്ല. അത് പഠിക്കാനുള്ള ഗ്രന്ഥമേതാണ്? ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ. ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മുൻഗാമികളായ ഉമ്മമാര് പ്രസവ വേദന അനുഭവിക്കുമ്പോ ചെല്ലും, ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ.
അത് ഡ്രൈവറുടെ ഭാഷയാണ്. കാരണം ഒരു അപകടം പറ്റിയാൽ വണ്ടി കൊണ്ടുപോകുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്കാണ്, ഡ്രൈവറെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അതുപോലെ ആത്മാവാകുന്ന ഡ്രൈവറെ ചികിത്സിക്കേണ്ടത് അതിന്റെ ഭാഷയിലാണ്. ബോഡിയാകുന്ന ഈ ഏടാകൂടത്തെ ചികിത്സിക്കേണ്ടത് അവിടുന്ന് ടെലസ്കോപ്പ് വെച്ചുകൊണ്ടാണ്.